സി ബാലകൃഷ്ണന് വേണ്ടി 15 ലക്ഷം ഓഫീസ് സ്റ്റാഫ് കോഴ വാങ്ങിയ സംഭവത്തിൽ ഒത്തുതീർപ്പിന് ശ്രമം. കൈനിക്കൽ ബെന്നി പണം തിരിച്ചു നൽകാമെന്ന് പറഞ്ഞു. സ്ഥലം ഇടപാടിന് വാങ്ങിയതാണ് എന്ന് പറഞ്ഞാൽ ഒത്തുതീർപ്പാക്കാം എന്നാണ് ധാരണയെന്നാണ് ഇപ്പോൾ പരാതിക്കാരനായ അനീഷ് ജോസഫ് പറയുന്നത്. MLAയുടെ ഓഫീസ് ഇടപെട്ട് നടത്തിയ ഇടപാട് പുറത്തു കൊണ്ടുവന്നത് കൈരളി ന്യൂസാണ്. 3 ദിവസം മുൻപാണ് കൈരളി ന്യൂസ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. 15 ലക്ഷം രൂപ ബെന്നി കൈനിക്കൽ എന്ന് പറയുന്ന IC ബാലകൃഷ്ണന്റെ ഓഫീസ് സ്റ്റാഫ് 2013-14 പണം വാങ്ങിയെന്നായിരുന്നു അന്ന് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന ശബ്ദരേഖ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ ആ വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്ന് ഇന്ന് മറ്റു ചില ചാനലുകളും ആ വാർത്ത പുറത്തുവിടുകയുണ്ടായി. ഇപ്പോൾ ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണ് ഈ ബെന്നി കൈനിക്കൽ. അതായത് ഒരു സ്ഥലം ഇടപാടിന് വേണ്ടി വാങ്ങിയതാണ് ഈ പണമെന്ന് പറഞ്ഞാൽ അത് തിരിച്ചു നൽകി ഒത്തുതീർപ്പാക്കാമെന്നാണ് ഈ പേഴ്സണൽ സ്റ്റാഫായിരുന്ന കൈനിക്കൽ ബെന്നി ഇപ്പോൾ പരാതിക്കാരനായ അനീഷ് ജോസഫിനോട് പറഞ്ഞിരിക്കുന്നത്. ആണല്ലേ? ഇപ്പൊ എന്നിട്ട് അവരെന്തെങ്കിലും ഒത്തുതീർപ്പ് ആയിക്കോട്ടെ. അപ്പൊ ഇയാള് പൈസ തരുന്ന നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇങ്ങനെ ഒരു വിഷയം വന്നോണ്ട് ചിലപ്പോ തരുമായിരിക്കും. ചിലപ്പോ എന്തായാലും 11 മണി കഴിഞ്ഞിട്ടൊന്ന് നോക്കാം സാറേ. കുറച്ച് പൈസയെങ്കിലും തരുന്നായിരിക്കും വിചാരിക്കുന്നല്ലേ? എങ്ങനെയാന്നറിയില്ല. 13 വർഷമായിട്ട് കിട്ടാത്ത പൈസയാണ്. അതെ അതെ അതെ. അനൂപ് വയനാട്ടിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപിന്റെ വാർത്ത കാരണം ഏതായാലും അനീഷിന് ഇപ്പോൾ ഒരുപക്ഷെ ആ പൈസ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അനൂപാണ് കഴിഞ്ഞ 2 ദിവസം മുൻപ് ഈ വാർത്ത വളരെ വലിയ ബ്രേക്കിംഗ് ആയി നമ്മൾ പുറത്തുവിട്ടത്. അതായത് ഈ അനീഷ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയോട് അയാളുടെ ഭാര്യയ്ക്ക് ജോലി നൽകാം, കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ, ബത്തേരി അതല്ലെങ്കിൽ മറ്റു 2 സഹകരണ ബാങ്കുകൾ കൂടി ഉണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും ഒരിടത്ത് ജോലി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് 15 ലക്ഷം രൂപ വാങ്ങുന്നു ബെന്നി കൈനിക്കൽ എന്ന് പറയുന്ന ഈ IC ബാലകൃഷ്ണന്റെ ഓഫീസ് സ്റ്റാഫായിരുന്ന വ്യക്തി. അതിൽ പലതവണ ആവശ്യപ്പെട്ടപ്പോൾ പിന്നീട് 2 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. 2013-14 ഈ സംഭവം നടന്നത് എന്നോർക്കണം. അതായത് MLAയുടെ ഓഫീസ് സ്റ്റാഫ് നിയമനക്കോഴയിൽ നേരിട്ടിടപെട്ടു എന്ന തെളിവോട് കൂടിയ വാർത്തയാണ് നമ്മൾ പുറത്തുവിട്ടത്. ഇപ്പോൾ അതിന്റെ തുടർച്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു ബെന്നി കൈനിക്കൽ, IC ബാലകൃഷ്ണന്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന കോൺഗ്രസ് നേതാവ്. മനു, നാളെ MLA IC ബാലകൃഷ്ണന്റെയും DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയാണ്. മുൻകൂർ ജാമ്യം ലഭിച്ചാൽ ഈ കേസിന് എന്ത് സംഭവിക്കും, ആത്മഹത്യാ പ്രേരണ കേസിൽ ഉൾപ്പെടെ വിവിധ അഴിമതി ആരോപണങ്ങളിൽ ഉൾപ്പെടെ എന്ത് സംഭവിക്കും എന്നതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവവികാസങ്ങൾ. കൈനിക്കൽ ബെന്നി MLAയുടെ ഓഫീസ് സ്റ്റാഫായിരുന്നു. കൈനിക്കൽ ബെന്നി ഈ അനീഷ് ജോസഫിന്റെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് അനീഷ് ജോസഫ് നേരത്തെ നമ്മളോട് വെളിപ്പെടുത്തിയത്. ഭാര്യയുടെ നിയമനത്തിന് വേണ്ടിയായിരുന്നു തന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത്. എന്നാൽ 10 വർഷം കഴിഞ്ഞു ഇപ്പോഴും പണം ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. ഇതേ തുടർന്നാണ് താൻ നിരന്തരം കോൺഗ്രസ് നേതാക്കളെ ബന്ധപ്പെട്ട് ഈ ആവശ്യം ഉന്നയിച്ചത്, പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടി. എന്നാൽ പണം തിരികെ ലഭിച്ചില്ല. ഈ അവസരത്തിലാണ് അദ്ദേഹം ഈ പുതിയ പരാതികളുടെയും വെളിപ്പെടുത്തലുകളുടെയും മറ്റേ അടിസ്ഥാനത്തിൽ ഈ സംഭവം NM വിജയന്റെ മരണത്തോടുകൂടി വലിയ വിവാദമായ പശ്ചാത്തലത്തിൽ പോലീസിന് പരാതി നൽകാനും അത് സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾക്കും തയ്യാറായത്. നാം അദ്ദേഹത്തിന്റെ വിശുദ്ധമായ അഭിമുഖം നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഏതായാലും ആ സംഭവത്തിൽ ഇപ്പോൾ ഒരു ഒത്തുതീർപ്പിന് MLAയുടെ ഓഫീസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അവർ പറയുന്നത് അനീഷ് ജോസഫിനോട് കൈനിക്കൽ ബെന്നി ഫോൺ വിളിച്ച് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം, പരാതിയുമായി മുന്നോട്ട് പോകരുത് എന്നൊരു അഭ്യർത്ഥന നടത്തുകയുണ്ടായി എന്ന് അനീഷ് ജോസഫ് അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാതിരുന്നാൽ ഈ പണം തിരികെ നൽകാം എന്നാണ് MLAയുടെ ഓഫീസ് സ്റ്റാഫായ നേരത്തെ MLAയുടെ ഓഫീസ് സ്റ്റാഫായിരുന്ന കൈനിക്കൽ ബെന്നി അനീഷ് ജോസഫിനോട് പറഞ്ഞത്. ഈ കേസ് ഈ പണമിടപാട് നിയമന കോഴയായി പറയരുത്, ഇതൊരു സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട് താൻ വാങ്ങിച്ചതാണ് എന്ന് മൊഴി മാറ്റി പറഞ്ഞാൽ ഈ പണം തിരികെ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കാം എന്നാണ് കൈനിക്കൽ ബെന്നി പറഞ്ഞതായി അദ്ദേഹം പറയുന്നത്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. കാരണം അത്തരത്തിൽ ഇടപാടുകൾ നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പണം തിരിച്ചു കൊടുക്കാം എന്ന് സമ്മതിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് നിയമനക്കോഴയ്ക്ക് വേണ്ടിയാണെന്ന് പറയണ്ട, പകരം ഏതോ സ്ഥലം വാങ്ങിയതിന് വേണ്ടി നൽകിയതാണ് എന്ന് പറഞ്ഞാൽ മതി എന്നും പറയേണ്ട ആവശ്യമില്ല. ഏത് പണം വാങ്ങിയില്ലായിരുന്നുവെങ്കിൽ അപ്പോൾ കാര്യം വ്യക്തമാണ്, പണം ഇവരൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതെ
മനു, അത് ഇപ്പോൾ നമുക്കറിയാം. ഏതാണ്ട് NM വിജയന്റെ മരണത്തിന് ശേഷം, അതിന് മുൻപേ തന്നെ 2021 തന്നെ ഈ പ്രത്യക്ഷത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളെല്ലാം വന്നതാണ്. NM വിജയന്റെ മരണത്തോടു കൂടിയാണ് അത് ഇത്തരത്തിൽ വലിയൊരു വിവാദമായി പരിണമിക്കുകയും അവസാനിക്കുകയും ചെയ്തത്. ഏതായാലും അതേ തുടർന്ന് ഒട്ടേറെ പരാതികൾ രംഗത്തെത്തി, ഒട്ടേറെ പരാതിക്കാർ രംഗത്തെത്തി, വെളിപ്പെടുത്തൽ വന്നു, അനുബന്ധ രേഖകൾ തെളിവുകളായി വന്നു. ആത്മഹത്യാ പ്രേരണ കേസ്, ആത്മഹത്യാ കുറിപ്പിൽ NM വിജയൻ രേഖപ്പെടുത്തിയ വിവിധ വസ്തുതകളും പരാമർശങ്ങളും ഉണ്ട്. അതിന്മേലുള്ള പല കാര്യങ്ങളും പിന്നീട് സാധൂകരിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് IC ബാലകൃഷ്ണൻ പ്രത്യേക നിയമനങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ശുപാർശ കത്തുൾപ്പെടെ പുറത്തു വന്നു. അതെല്ലാം കൈരളി ന്യൂസിലൂടെ ലോകം കണ്ടതാണ്. ഏതായാലും അത്തരത്തിൽ വലിയ അഴിമതി സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങൾ നേരത്തെ തന്നെ വന്നതാണ്. ആ വിധത്തിലുള്ള വെളിപ്പെടുത്തലുകളും ഏറ്റവും പുതുതായി പുറത്തു വരുന്നതും.